ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പൊമോഗ്രാനൈറ്റ് ജ്യൂസാണ്. ആ പൊമോഗ്രാനൈറ്റ് ജ്യൂസിൻ്റെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി അതിലില്ലാത്ത സംഭവങ്ങളൊന്നും തന്നെ ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണ് പൊമോഗ്രാനൈറ്റ് നല്ല രീതിയിൽ മാതളം എവിടെയും അഭിഷേകങ്ങളൊന്നും ആക്കാതെ കറയൊന്നും ആവാതെ ക്ലീനായിട്ട് എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളൊരു മാതളം എടുക്കുക. എന്നിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് കൊണ്ട് മുകളിൽ അതിനെ ഒന്നിങ്ങനെ വട്ടത്തിലൊന്ന് മുറിക്കുക. എന്നിട്ട് ആ ഭാഗം ഒന്ന് പതുക്കെ ഒന്ന് എടുത്ത് മാറ്റുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കതിൽ വെയിൻസ് പോലെ കാണാൻ പറ്റും. അതായത് വൈറ്റ് കളറിൽ നിങ്ങൾക്ക് വെയിൻസ് പോലെ കാണാൻ പറ്റും. ആ വെയിനിൻ്റെ അവിടേക്കായിട്ട് ഒന്ന് നീറ്റായിട്ട് താഴത്തേക്കായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഓരോ വെയിനിൻ്റെ അവിടെയും കണ്ടോ, ഓരോ വെയിൻസ് പോലെ തോന്നിക്കുന്ന അവിടെയായിട്ട് ഓരോന്നായിട്ട് വരഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക. നല്ല ഡീപ്പായിട്ടൊന്നും വരേണ്ട, അത് തന്നെ അങ്ങോട്ട് വന്നോളും. ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ വെയിനിൻ്റെ ഓരോ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കീറി വിട്ടു. ഓക്കെ, ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ബൗള് വെള്ളമാണ്. ഓക്കെ, ഒരു ബൗളിൽ നല്ലോണം വെള്ളം എടുത്തോളൂ. ഇങ്ങനെ തൊടുമ്പോഴേക്കും തന്നെ ആ വെയിനിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗങ്ങൾ വരും. ഇനി മാതളത്തിനെ അങ്ങനെ അതിലേക്ക് മുക്കുക. എന്നിട്ട് ആ അല്ലികൾ പതുക്കെ ഒന്ന് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അല്ലികൾ എല്ലാം തന്നെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് വീഴാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു സ്കിന്ന് പോലത്തെ ഒരു സംഭവമില്ലേ, പിന്നെ തോടുകളൊക്കെ വരില്ലേ, ആ സംഭവങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ പാറാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഓരോ അല്ലീനെ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിലേക്ക് മുക്കിയിട്ട് ആ ഓരോ സെക്ഷനായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും തെറിക്കില്ല. ക്ലീൻ ആയിട്ടുള്ള മാതളത്തിൻ്റെ അല്ലികൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിൻ്റെ മുകളിലുള്ള പാട പോലത്തെ ഉള്ളതും തൊണ്ട് പോലത്തെ ഉള്ളതും ഒക്കെ വെള്ളത്തിൽ പാറി നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാതളം ക്ലീനായിട്ട് നിങ്ങൾക്ക് നീറ്റായിട്ട് അല്ലികൾ എടുത്ത് മാറ്റാം. ഓക്കെ, ഇനി എല്ലാം അതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിൽ നീറ്റായിട്ട് അതിനെ ഒന്ന് അരിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിക്കോളൂ. ബിക്കോസ് ആ ഒരു വീണ്ടും നിങ്ങൾക്ക് ഒന്ന് കഴുകണം എന്നുണ്ടെങ്കിൽ മാത്രം കഴുകാം. ഞാനൊന്നും കൂടി കഴുകിയിട്ടുണ്ട്. അപ്പം നീറ്റായിട്ട് അല്ലികൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഡയറക്റ്റായിട്ട് മിക്സിയിൽ അങ്ങോട്ട് ഇടുക. ഇതിൽ വെള്ളവും ചേർക്കുന്നില്ല, പഞ്ചസാരയും ചേർക്കുന്നില്ല. എന്നിട്ട് പ്യുവർ എക്സ്ട്രാക്റ്റ് എന്നുള്ള നിലയിൽ ഒന്ന് മിക്സി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചങ്ങോട്ട് എടുക്കുക ജ്യൂസ് മോഡിൽ. ഓക്കെ, ഒരു തുള്ളി പോലും വെള്ളം ഇപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ല, ഇതിന് ശേഷമാണ് യൂസ് ചെയ്യണത്. ഇനി ഇത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നന്നായിട്ടുള്ള രീതിയിൽ അതുപോലെ തന്നെ കുടിച്ചോളൂ. ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെയുള്ളത് കിട്ടും. ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഞാനൊന്ന് ആഡ് ചെയ്യുന്നത് നമ്മുടെ പിങ്ക് സോൾട്ടാണ്. ഈ പിങ്ക് സോൾട്ട് ഒരു നുള്ളാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഈ മാതളത്തിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഫിഷേഴ്സിനാണെങ്കിലും പൈൽസിനാണെങ്കിലും നമ്മുടെ എന്താണ് പറയുക കോൺസ്റ്റിപ്പേഷനാണെങ്കിലും ആൻറ്റി ഏജിങ്ങുമാണ്. ഇത് ദിവസവും കുടിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള മാതളത്തിൻ്റെ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഡെയിലി കുടിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോളൂ. The ultimate booster, anti-aging, fiber, ഇനി എന്തൊക്കെ ഗുണങ്ങൾ വേണം. നോ ഷുഗർ, നോ സോഡ, നോ എന്താ പറയുക, നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചേർത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഓൺലി പൊമോഗ്രാനൈറ്റ് സീഡ്സ് മാത്രം ഇട്ടിട്ട് വെള്ളം കുറച്ച്, അതായത് ആ തിക്നെസ് അത്രയ്ക്കും വേണ്ട എന്നുള്ളതുകൊണ്ട്. ഓക്കെ, പിങ്ക് ഹിമാലയൻ സോൾട്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ബോഡിയിൽ അബ്സോർപ്ഷൻ വേഗം നടക്കും. Awesome. And it is my favorite. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് പൊമോഗ്രാനൈറ്റ് ക്ലീൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജ്യൂസ് അടിക്കേണ്ടത് എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ.